വെൽക്കം ബാക്ക്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതെന്നുള്ള ട്യൂട്ടോറിയലാണ്. നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങൾ ഈ കാണുന്നതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ്. ഞാനൊരു ലോങ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. യൂഷ്വലി നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യസ് യൂസ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഹാറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാർഫ് ഉണ്ടാക്കുമ്പോഴൊക്കെയാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ക്രോഷ്യയുടെ വൺ ഓഫ് ദ ബേസിക് സ്റ്റിച്ചസിൽ ഒന്നാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ നമ്മുടെ എല്ലാ ബേസിക് സ്റ്റിച്ചസും തുടങ്ങുന്നത് പോലെ നമ്മളിത് തുടങ്ങുന്നത് ഒരു ഫൗണ്ടേഷൻ ചെയിനിൽ നിന്നാണ്. സോ കറൻ്റ്ലി ഈ ട്യൂട്ടോറിയൽ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു വെയ്റ്റഡ് 3 കോട്ടൺ യാണാണ്. അതിൻ്റെ കൂടെ ഒരു 4mm ഹുക്കാണ് ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ കോട്ടൺ യാണിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റിച്ചസും അതിൻ്റെ എല്ലാ പാർട്സും വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ കറണ്ട് ഡിസൈനിന് വേണ്ടി കോട്ടൺ യാൺ യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ ചെയിൻ്റെ എൻഡിലെത്തി. സോ നെക്സ്റ്റ് സ്റ്റെപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ഡബിൾ ക്രോഷ്യ തുടങ്ങുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ്യൻ തുടങ്ങുന്നത്. നമ്മൾ നമ്മുടെ ഹുക്കിൽ ഫസ്റ്റ് യാൺ ഓവർ ചെയ്യുന്നു. ഫസ്റ്റ് 2 ചെയിൻസ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. 3rd ചെയിനിൽ നമ്മൾ നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, യാൺ ഓവർ ചെയ്യുന്നു, ഒരു ലൂപ്പ് പുറത്തേക്ക് വലിക്കുന്നു. സോ ദാറ്റ് നമ്മുടെ 3 ലൂപ്പ് ഉണ്ടാവും നമ്മുടെ ഹുക്കിൽ. ഇവിടെ നമ്മൾ എഗെയിൻ യാൺ ഓവർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ 3 ലൂപ്പിലൂടെയും നമ്മുടെ യാൺ പുറത്തേക്ക് വലിക്കുന്നു. നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ്യയിൽ ഡബിൾ ക്രോഷ്യയിൽ 2ലൂടെയാണ് വലിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ 3 കൂടെ ഒന്നിച്ച് നമ്മുടെ ലൂപ്പ് പുറത്തെടുക്കുന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഹുക്കിൽ 3 ലൂപ്പ് വന്നതിന് ശേഷം യാൺ ഓവർ ചെയ്ത് 3 ലൂപ്പിലൂടെയും നമ്മൾ വലിച്ച് പുറത്തെടുക്കുന്നു. അപ്പം നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ഫോം ചെയ്യുന്ന ഇവിടെ നമുക്ക് കാണാം. ഓക്കെ, നമുക്കിങ്ങനെ ഈ റോ കണ്ടിന്യൂ ചെയ്യാം. സോ ഇപ്പം നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ്യ ഒരു റോയുടെ എൻഡിലെത്തി. നിങ്ങളുടെ റോ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ റോ ഇരിക്കേണ്ടത്. സോ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.